ഈ അറസ്റ്റ് നിങ്ങൾ കേസിൻ്റെ മെറിറ്റ് എല്ലാം അവിടെ നിൽക്കട്ടെ. ഈ അറസ്റ്റിനകത്തൊന്നും ഒരു പൊളിറ്റിക്സും ഇല്ലെന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ എത്രയോ രാഷ്ട്രീയവും അല്ലാത്തതുമായിട്ടുള്ള വ്യക്തിഗത തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരോപിക്കുമ്പോൾ ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ പോയിന്റ്. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടു വളർന്ന ഒരാളാണ്. എനിക്ക് സ്ത്രീകളെ നന്നായി ബഹുമാനിക്കുന്നതിനെ പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളുമാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, ലോകത്തിലെ ഏത് സ്ത്രീ കരഞ്ഞാലും അത് സത്യമാണെന്ന്. എല്ലാ സ്ത്രീകളും കരയുന്നത് അങ്ങനെ സത്യമല്ലാന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, അത് ഞാൻ അങ്ങയോട് പറയാം. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് തന്നെയാണ് PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കേസ് വരുന്നത്. ഇതേ സമയത്ത് തന്നെയാണ്. ഞാൻ വാട്ടബോട്ടറി അല്ല പറയുന്നത് കേട്ടോ, ഞാനൊരു സാങ്കേതികത്വം മാത്രം പറയാം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് എതിരായിട്ട് ഉയർന്ന ആരോപണം എന്തായിരുന്നു? അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്ന ആരോപണം, അദ്ദേഹം ജനപ്രതിനിധിയുടെ കാലയളവ് എടുക്കുകയാണെങ്കിൽ ഞാൻ 1.5 വർഷമാണ് ആകെ ജനപ്രതി ഇതുവരെ ആയത്. അദ്ദേഹം 10 വർഷം ജനപ്രതിയായിരുന്നു. അദ്ദേഹം സംസ്ഥാന സർക്കാർ കൊടുത്തൊരു പദവിയിലിരിക്കുന്ന ആളാണ്. ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. ആ കേസിനകത്ത് ഈ തിടുക്കമൊന്നും നമ്മൾ കണ്ടില്ല. മാധ്യമങ്ങളുടെ പോട്ടെ, മാധ്യമങ്ങൾ അതിനത്ര ഹൈലൈറ്റ് കൊടുക്കില്ല, അതൊക്കെ വിട്. ഞാൻ ചോദിച്ചാൽ സർക്കാരിൻ്റെ തിടുക്കം കണ്ടില്ല. അപ്പോൾ സർക്കാർ സെലക്റ്റീവാണ്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നെങ്കിലും മിനിമം താങ്കൾ അംഗീകരിക്കേണ്ടി വരും. അത് കോടതികൾ അംഗീകരിച്ചിട്ടുണ്ട്, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടെന്ന്. ഇതിനകത്ത് കൃത്യമായി ഗൂഢാലോചനയുണ്ട് ശ്രീ ഹാഷ്മി. അത് ഞാൻ ഈ ഒരു മൊമെൻറ്റ് കടക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്കൊരു മൊമെൻറ്റും കടക്കണ്ട. ഞാൻ ഇത്ര കാലം നിശബ്ദനായി ഇരുന്നത് പോലും ഈ പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് കരുതലുണ്ടായിരുന്നു, എല്ലാ മനുഷ്യന്മാരോടും. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണം വന്നപ്പോൾ പോലും ഞാൻ മിണ്ടാതായിരുന്നേ. അങ്ങയുടെ ഭാഷയിൽ എനിക്ക് അന്നേരം ഈ ചാറ്റെല്ലാം കൂടെ പുറത്തുവിട്ടാൽ പോരെ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ. ഞാൻ ചെയ്തില്ലല്ലോ.